ഗൈസ് ഈ സുക്കൂർ ബായിനോട് ഞാൻ മൂപ്പരെ കവളൊരു കടിയടിക്കട്ടെ ചോദിച്ചിട്ട് മൂപ്പര് സമ്മതിക്കില്ലടോ. ഈ വൈകുന്നേരമൊക്കെ എന്റെ അമ്മ ഉണ്ടാക്കണ ഉന്നപ്പത്തിന് ഓർമ്മ വരാം മൂപ്പരെ കവള് കണ്ടിട്ട്. തമിഴ്നാട്ടിലൊക്കെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ തള്ളാളി ഈ ശവത്തിന്റെ മേത്ത് കിടന്നാണ്ട് ഇന്റെ മോൻ ചത്തേന്ന് അറിയാം. അപ്പൊ ബാക്കിയുള്ളവര് ഇന്ത്യ എന്നറിയാം. അതേമാതിരത്തൊക്കെ എടുത്താട്ടപ്പോ ഇവര് രണ്ടാളും കെടുക്കണത്. കശ്മീർ ഏരിയക്കാണ് കേറിയപ്പോത്തിന് എന്റെ പാന്റിന്റെ ഉൾഭാഗം ഭരിക്കുന്ന ടീം ഒന്നായിട്ട് തണുത്ത് മരവിച്ചാണ്ട് മൈറ്റി രാജുവിന്റെ മൈരി ആയിട്ടാ. അപ്പൊ ഞാൻ എന്റെ പാന്റൊക്കെ ഊരിയാണ്ട് അതിന്റെ ഉള്ളിൽ തെർമലിട്ടാണ്ട് അതിന്റെ മേലെ രണ്ട് പാന്റൊക്കെ ഇടുമ്പോ ഈ ബായി ആവും നോക്കിയാണ്ട് ഇങ്ങനെ ഇന്നെ കളിയാക്കി ഇരിക്കട്ടെ. അഥവാ എന്റെ ചേരക്കുട്ടിനെ കണ്ടാലോ. നമ്മളെ പള്ളിക്കത്തെ മുല്ലാക്ക തിരുമ്പാൻ മടിയായിട്ട് ഒഴിവാക്കി ഈ വെള്ള ഷാള് ഇവന് ട്രെയിനിൽ തൊട്ടിലിട്ടാന്ന് പറഞ്ഞാണ്ടാട്ടോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇവനെ ഇട്ടത് എങ്ങനെയാ വെച്ചാല് കോട്ടയത്തുള്ള ഒരു മൂലക്കുരിയൊക്കെ മാറ്റി കൊടുക്കണ ഒരു മൈമുട്ടി വൈദ്യരുണ്ട്. മൂപ്പരുടെ റൂമിൽ ഇതേമാതിരി ആയിരിക്കല്. കുറച്ചും കൂടി തണുപ്പുള്ള ഏരിയ എത്തിയപ്പോ ഓൻ ഈ പാലക്കാടുള്ള ഈ ബാധ കൂടിയാ പോക്കണ മന്ത്രവാദി മുള്ളായിരിക്കണ ഏരിയാട്ടാ ഇരിക്കണേ. അപ്പൊ ഞാൻ പോയാണ്ട് ഈ കല്യാണത്തിനൊക്കെ ഈ പുതിയാപ്പിളാര് പെണ്ണിനെ സ്റ്റേജിന്റെ മേലെ വെച്ചാണ്ട് അൺബോക്സ് ചെയ്യില്ലേ, അതേമാതിരി മണ്ണൂരളവുള്ള ഈ കൊച്ചു മന്ത്രവാദിനെ പോയാണ്ട് അൺബോക്സ് ചെയ്യാട്ടാ. അടുത്ത് നിങ്ങൾ കാണാൻ പോണത് അൻസിന് ഇടയ്ക്ക് കിർക്ക് കയറുമ്പോൾ ഒരു ഡാൻസ് ആട്ടാ. നല്ല ഇങ്ങോട്ട് തണുക്കുമ്പോ കാലൊരു ഭാഗത്ത് വെക്കുമ്പോ ഇങ്ങനെ തരിപ്പ് ഇങ്ങനെ കയറും. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ വല്ല സ്പൈഡർമാനോ സൂപ്പർമാനോ ആവുകയാണ്. പിന്നെ തരിപ്പ് പോകുമ്പോഴാണ് മനസ്സിലായത് കാല് തരിച്ചു പോയതാന്ന്. ട്രാവൽ ബൈ ചിത്രനൊക്കെ ഹിമാലയം പർവ്വതത്തിന്റെ മുമ്പിൽ നിന്നാണ് ഇങ്ങനെ നോക്കണമാതിരി ഞങ്ങൾ അങ്ങോട്ട് അങ്ങനെ നോക്കിക്കണെന്ന് അറിയങ്ങള്. ഞങ്ങളെ മുമ്പിലുണ്ടെങ്കിൽ ഇത് തേനാണ് അതോ ചക്കരട്ടായി ഉണ്ടാക്കുന്ന റെസിപ്പി ആണോന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ടട്ടാ. ഇത് ഇന്ത്യക്കാരെ തൊള്ളയിൽ നിന്ന് വരുന്ന പ്രത്യേക തരം പാനീയമാണ് ഇത്.